വേദി മധ്യത്തിലേക്ക് ദുശാസനൻ പാഞ്ചാലിയെ മുടി പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. തുടർന്ന് അയാൾ ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ തുടങ്ങി. കൃഷ്ണനെ വിളിച്ചുകൊണ്ടുള്ള ദ്രൗപദിയുടെ ദീനരോദനം വേദിയിൽ അലയടിച്ചു. ധൃതരാഷ്ട്രം, ഭീഷ്മ, ദ്രോണ, കൃപാദികളും മറ്റു മഹാന്മാരും അപ്പോൾ നിസ്സഹായരായി നിന്നു. അന്നഴിഞ്ഞുലഞ്ഞ തൻ്റെ കേശം, ദുശാസനന്റെ മാറു പിളർന്നു ചീറ്റുന്ന രക്തത്തിൽ കുതിർന്ന തൻ്റെ ഭർത്താവിൻ്റെ കരങ്ങൾ കൊണ്ടല്ലാതെ കെട്ടുകയില്ലെന്ന് അപമാനിതയും രോഷാകുലയുമായ ദ്രൗപദി പ്രതിജ്ഞ എടുത്തു. എല്ലാ കുടിപ്പകകളും രാഗദോഷങ്ങളും ശാപോക്തികളും